പാഠം 115. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ. ഭമേ, നീ ആഫീസിൽ പോകുന്ന വഴിക്ക് ആ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഇത് കയറണം. കറണ്ടിന്റെ ബില്ലടയ്ക്കാൻ ലാസ്റ്റ് ഡേറ്റ് ഇന്ന് അടയ്ക്കാൻ നാളെ അടയ്ക്കാന്ന് പറഞ്ഞ് ഞാനതങ്ങ് വിട്ടുപോയി. ഇന്ന് എന്തായാലും നടക്കില്ല മോഹനേട്ടാ. മോഹനേട്ട തന്നെ അടച്ചാ മതി. ഞാൻ 9:30 ഇവിടെ നിന്ന് ഇറങ്ങില്ലേ, അപ്പോ ഇലക്ട്രിസിറ്റി ഓഫീസ് തുറക്കില്ല. ആ ഒരു 10 മണിക്ക് തുറന്ന് ഞാൻ കറണ്ട് ചാർജും അടച്ച് വില്ലേജ് ഓഫീസിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ സമയം എത്രയാവും? കൃത്യം 10 മണിക്ക് തന്നെ അങ്ങ് എത്തിയിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ. കരവടയ്ക്കാനല്ലേ പോകുന്നത്. നീ എന്തായാലും 10 മണിക്ക് ഇവിടെ ഇറങ്ങും. അപ്പോ പോകുന്ന വഴിക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിൽ കയറിയാൽ 11 മണിക്ക് നിനക്ക് കോടതിയിലെത്താം. സൂര്യൻ ഉച്ചയിലെത്തിയിട്ടല്ലേ നിനക്ക് അവിടെ പണി തുടങ്ങുള്ളൂ. അതെന്തെങ്കിലും ആട്ടെ, പ്രശ്നം അതൊന്നുമല്ല. എന്നെ കാണാൻ ഇപ്പൊ രണ്ടുപേര് വരും. അവരുമായിട്ടൊരു കേസിന്റെ കാര്യം ചർച്ച ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ 10:10 11 മണി എനിക്ക് കോടതിയിലെത്തുകയും വേണ്ടേ? ഓഹോ, വന്ന് കക്ഷികൾ വീട്ടിൽ വന്നു തുടങ്ങിയോ? ഇത് പറ്റില്ല. കേസും വഴക്കും ഒക്കെ വക്കീൽ ഓഫീസിൽ. ഇതെന്റെ വീടാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോനട്ടാ? വക്കീൽ ഓഫീസിലിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റാത്ത കേസാ ഇത്. അതുകൊണ്ടല്ലേ ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പോ വക്കീൽ ഓഫീസിലിരുന്ന് ചർച്ച ചെയ്യാൻ പോലും കൊള്ളാത്ത കാര്യങ്ങളാണ് വീട്ടിൽ ചർച്ച ചെയ്യുന്നത്. അത് നടക്കില്ല. കണ്ട കൊലപാതകൾക്കും പെൺവാണിഭക്കാർക്കും കയറിയിറങ്ങാനുള്ള വീടല്ലത്. ഇത് വില്ലേജ് ഓഫീസർ മോഹനേഷിന്റെ വീടാണ്. ഇത് ഇവിടെ പറ്റില്ല. മോനട്ടാ, മോനട്ടാ, കാളെ പറ്റൂന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന പരിപാടി നിർത്തിക്കോണം. ഒരു കക്ഷി വീട്ടിൽ വരുമെന്ന് പറയുമ്പോഴേ അതിനെപ്പറ്റി പറയാവുന്ന സകല വൃത്തിയോട് പറഞ്ഞു. എടി, വക്കീൽ ഓഫീസിൽ സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് നീയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. PWD കോൺട്രാക്ടർ യോഹന്നാന്റെ മകൻ പീറ്ററും തടിക്കച്ചവടം നടത്തുന്ന സോമൻ പിള്ളയുടെ മകൾ മീരയും തമ്മിൽ പ്രേമത്തിലാവുന്നു. പിള്ളേർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാ. പഠിത്തത്തിൽ രണ്ടുപേരും മിടുക്കരും. പഠിത്തത്തിനിടയിൽ പ്രേമത്തിലായി. പഠിത്തത്തിനിടയിൽ ഒരിക്കലും പ്രേമത്തിലാവില്ല. പഠനത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പ്രേമം തലയ്ക്ക് പിടിച്ചത്. പ്രേമത്തെ പറ്റി പറയാനും മാത്രമുള്ള വിവരമുണ്ടോ വില്ലേജ് ഓഫീസർക്ക്? അത് വിട്. പ്രേമം മനുഷ്യനെ പറഞ്ഞിട്ടുള്ള കാര്യം. രണ്ടുപേരും പ്രേമം ഒളിച്ചു വെച്ചു. പഠിത്തം കഴിഞ്ഞ് രണ്ടുപേർക്കും ജോലി കിട്ടി. അപ്പോ കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കാമെന്ന് പീറ്ററും മീരയും കൂടി തീരുമാനിച്ചു. അത് അവരൊക്കെ തീരുമാനിച്ചു മതിയോ? വീട്ടുകാരെ സമ്മതിക്കണ്ടേ? സമ്മതിച്ചില്ല. ഒന്നാമത് രണ്ടുപേരും രണ്ട് മതക്കാര്. പിന്നെ പിള്ളേരുടെ ഇഷ്ടത്തിന് തീരുമാനമെടുത്തതിലുള്ള കാരണന്മാരുടെ ദേഷ്യവും രണ്ടും കൂടി ആയപ്പോ കല്യാണം നടക്കില്ല എന്ന് രണ്ട് വീട്ടുകാരും തീർത്തും പറഞ്ഞു. പക്ഷെ കാലം പഴയതല്ലോ. മര്യാദയ്ക്ക് പറഞ്ഞിട്ട് വീട്ടുകാർ കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പീറ്ററും മീരയും കൂടി സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്നിറങ്ങി രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിച്ചു. എന്താ ഞെട്ടിയത്? ഇത് ലോകത്തിലെ ആദ്യത്തെ പ്രേമവിവാഹമൊന്നുമല്ലോ. രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിക്കാന്ന് വെച്ചാല് അതിനും കൂടെ വേണ്ടിയാണ് സർക്കാർ നാട് നീളെ രജിസ്റ്റർ ഓഫീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോയതോടെ രണ്ടുപേരുടെ വീട്ടുകാർ ഉപദ്രവം തുടങ്ങി. മീരയെ തിരിച്ച് വിളിച്ചുകൊണ്ടുപോകാൻ സോമൻപിള്ള ബന്ധുക്കളെ അയച്ചു. പീറ്ററെ കൊണ്ടുപോകാൻ യോഹന്നാൻ കോൺട്രാക്ടർ ഗുണ്ടകളെ അയച്ചു. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാതെ വന്നപ്പോൾ കുട്ടികൾ പോലീസിനെ സമീപിച്ചു. പക്ഷെ പോലീസുകാർക്ക് യോഹന്നാനോട് സോമൻപിള്ളയോടും വലിയ കടപ്പാടല്ലേ. കുട്ടികളുടെ പരാതി അവർ മൈൻഡ് ചെയ്തില്ല. വളരെ നന്നായി. പ്രേമിക്കുന്നവർക്ക് കാവലിക്കാനാണ് പോലീസ്. അതിനും കൂടെ വേണ്ടിയാണ് പോലീസ്. പീറ്ററിനും മീരയ്ക്കും പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് അവർ കോടതിയെ സമീപിക്കുകയാണ്. ഈ സത്യഭാമയാണ് ആ കേസ് വാദിക്കുന്നത്. എന്താ ഞാൻ വാദിച്ച? അപ്പോ കേസിന് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടാനുണ്ട്. പക്ഷേ പീറ്ററിനെയും മീരയും പുറത്തു കണ്ടാൽ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് വക്കീൽ ഓഫീസ് വെച്ച ഒരു ഡിസ്കഷൻ റിസ്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. വീട്ടുകാരെ ധിക്കരിച്ച് തോന്നിയ പോലെ കല്യാണം കഴിച്ച രണ്ടുപേരെ എന്റെ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഹലോ, മോഹനേട്ടന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഞാനേ ഒരു വക്കീലാണ്. വക്കീലിനെ കാണാൻ കക്ഷികൾ വീട്ടിൽ വരാൻ പാടില്ല എന്ന് പറയാൻ ഇത് വെള്ളരിക്കപ്പെട്ടൊന്നുമല്ല. ഇന്ത്യ മഹാരാജ്യമാണ്, ഇന്ത്യ മഹാരാജ്യം. പീറ്ററും മീരയും വരും, ഞങ്ങൾ സംസാരിക്കും. ഞാൻ അവരുടെ കേസ് ബാധിക്കും, ജയിക്കും. കേട്ടോ?
പറയുന്നൊക്കെ നിയമപരമായിട്ട് ശരിയായിരിക്കും. പക്ഷെ നിയമം മാത്രമല്ലല്ലോ ജീവിതം. നന്നായി ജീവിക്കാനാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നീ ഈ കുട്ടികളുടെ കാര്യം മാത്രമേ ഓർത്തുള്ളൂ. ആ കുട്ടികളുടെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വിഷമം നീ ആലോചിച്ച് നോക്ക്. സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന അച്ഛനമ്മമാരും മക്കളും തമ്മിൽ പിണങ്ങാന്ന് വെച്ചാ അതും ഒരു നിസ്സാര പ്രേമത്തിന്റെ കാര്യത്തിൽ. പ്രേമം നിസ്സാരമായിട്ട് തോന്നുന്നത് മോഹനേട്ടനല്ലേ? പ്രേമിക്കുന്നവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം പ്രേമമാണ്. മോഹനേട്ടന് കരവടയ്ക്കൽ പോലെ. നമുക്ക് കുട്ടികളുണ്ടായി അവർ വളർന്നു വലുതാവുമ്പോ ഇങ്ങനെ സംഭവിച്ചാലോ? നമ്മുടെ മക്കൾ ആരെങ്കിലും പ്രേമിച്ചൊളിച്ചോട്ട് പോയാലോ? നീ സഹിക്കോ? അതില്ല. പക്ഷേ എപ്പോഴാണ് ഒളിച്ചോടേണ്ടി വരുന്നത്? ഇഷ്ടപ്പെട്ടയാളെ കല്യാണം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കാതെ വരുമ്പോ. ഇത്തരം കാര്യങ്ങളിൽ പ്രേമിക്കുന്നവരുടെ ഇഷ്ടം ഒന്ന് സാധിച്ചു കൊടുത്താൽ പ്രശ്നം അങ്ങ് തീർന്നോ? എന്റെ മക്കളുടെ അത്തരം ആഗ്രഹങ്ങൾക്ക് ഈ സത്യഭാമ എതിർ നിൽക്കില്ല. പക്ഷേ മോഹനേഷൻ സമ്മതിക്കില്ല. എന്റെ കുട്ടികളുടെ ഭാവി എനിക്ക് നോക്കിയില്ലേ പറ്റൂ. പ്രേമം മണ്ണാൻ കണ്ട ഈ പ്രേമം കണ്ടുപിടിച്ചവരൊക്കെ ചവിട്ടി കൊല്ലണം. അഹങ്കാരി. വന്നല്ലോ രണ്ടും കൂടി. തന്തയും തള്ളയും കൂടി പറ്റിച്ചിട്ട് വന്നിരിക്കാം. ഇവറ്റകളുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്ന വീട്ടിൽ വിളിച്ച് പറയാമായിരുന്നു. വേണ്ട, അതിലും നല്ല ഐഡിയ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ മോഹനേഷൻ. ഈ വീട്ടിലെ അറിയാം, ഞങ്ങൾ വന്നത്. മനസ്സിലായി. കണ്ടപ്പോഴേ എനിക്ക് ആളെ മനസ്സിലായല്ലോ. സത്യത്തിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണാതിരിക്കായിരുന്നു. അതല്ല, ഞങ്ങളല്ലേ സാർ ആവശ്യക്കാരൻ? അതെ. പക്ഷേ ആവശ്യം നിങ്ങളുടെ മാത്രമല്ലല്ലോ. അകത്തിരുന്ന് സംസാരിക്കാമായിരുന്നു. അകത്തിരുന്ന് സംസാരിക്കാം. പക്ഷേ അതിനു മുമ്പ് പുറത്ത് നിന്ന് കുറച്ച് സംസാരിക്കാം നമുക്ക്. വരൂ, ഒന്നുമില്ല. മോൾ ഇവിടെ നിന്നോളൂ. ആദ്യം ഞാൻ ഈ ചെറുപ്പക്കാരനോട് സംസാരിച്ചോട്ടെ. വരൂ വരൂ മോനെ, വാ വാ. എന്നെ ഒരു സുഹൃത്തായി കണ്ടാ മതി. വന്നോളൂ. അതെ, ഞാൻ ഈ പറയുന്നത് അവൾ അറിയണ്ട. അതായത് മോൻ ഈ കാണിച്ചത് ശുദ്ധാബദ്ധമായിപ്പോയി. ഈ കരിങ്കുരകനെ നിനക്ക് എവിടെന്നാ കിട്ടിയത്? സത്യത്തിൽ നിങ്ങൾ ഒരു ചർച്ചയില്ല. അല്ല, അത് സാർ, ഞാൻ പറയട്ടെ. 10-20 കൊല്ലം കണ്ണേ പൊന്നേ കരളെ എന്നൊക്കെ വിളിച്ചു വളർത്തിയ സ്വന്തം അച്ഛനെ അമ്മയും പുല്ലുപോലെ കളഞ്ഞ ഇവളെ നീ എങ്ങനെ വിശ്വസിക്കും? നാളെ വേറൊരുത്തനെ കാണുമ്പോ നിന്നെ കളഞ്ഞിട്ട് അവന്റെ കൂടെ ഇവള് പോകില്ലത് ആര് കഴിച്ചു? സമാധാനിക്കൂ. ഞാൻ പറഞ്ഞ കാര്യമല്ലേ? അത് മാത്രമല്ല, അവരുടെ തന്തയുടെ സ്വഭാവം നിനക്കറിയാഞ്ഞിട്ടാ. പറഞ്ഞു വരുമ്പോ വലിയ ആളാ, സമൂഹത്തിൽ നിലയും വിലയും ഉണ്ട്. പക്ഷേ പേരും കള്ളന, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തവൻ. അയാളുടെ മോളെ കെട്ടുന്നതിനേക്കാൾ നല്ലത് കഴുത്തിലൊരു കല്ലും കെട്ടി അറബിക്കടലിൽ ചാടുന്നല്ലായിരുന്നു. ഇനിയും ആലോചിക്കാൻ സമയമുണ്ട്. വെറുതെ ജീവിതങ്ങളെ തിരിച്ചു വീട്ടിപ്പോ. വാ. അല്ലെ വേണ്ട, നീ തുണി ചാരിതേക്ക്. ഞാന് ആ പെൺകുട്ടിയോട് സംസാരിക്കട്ടെ. മൂത്ത ജ്യേഷ്ഠൻ എന്ന് കരുതിയാ മതി, ഞാൻ സംസാരിച്ചോളാം. ഞാനിനി പറയുന്നത് അവനോട് പറയണ്ട. മോളെ, സത്യത്തിൽ നിങ്ങൾ എന്റെ അടുത്ത് തന്നെ ഒന്ന് നന്നായി. പേടിക്കണ്ട, എന്നെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ കരുതിയാ മതി. മോൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ കോൻ തന്നെ? അവനെ കണ്ടത്തിനറിയില്ലേ ഒരു മുതുക്കനാണെന്ന്? ഇത്തരം ഒരു മുതുക്കിന് വേണ്ടി സ്വന്തം അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചത് മണ്ടത്തിലായി പോയില്ലേ? ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. മോള് അവന്റെ കഴുത്ത് കിടക്കുന്ന ക്യാമറ കണ്ടോ? നോക്ക്. അതെന്തിനാ? ഫോട്ടോ എടുക്കാൻ. എന്ത് ഫോട്ടോ? കുട്ടി, അതാണ് നീ മനസ്സിലാക്കേണ്ടത്. ഇവനെ പോലുള്ള വായി നോക്കികൾ നിന്നെപ്പോലുള്ള പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോ എടുത്ത് ഇന്റർനെറ്റ് ഇട്ടളയും. പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കുട്ടി എത്രയും പെട്ടെന്ന് തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോളൂ. ഒന്നും പറയണ്ട. എന്താ? ഒന്നുമില്ല. ഇനി നിങ്ങളിവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ചെല്ല്. ചെല്ലു മോളെ. ഒരുപാട് ചേർന്നൊന്നും ഇരിക്കണ്ട, വഴി പിരിയാൻ പോകല്ലേ.
നീ നിന്റെ കക്ഷികളും വരുന്നൊക്കെ ഇവിടെ ഇരുന്ന ഭാമേ. അവർ രാജ്യം വിട്ടു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്ന് അവർ തമ്മിൽ തല്ലിപ്പിരിയും. പിന്നെ വേണമെങ്കിൽ നിനക്കൊരു ഡൈവോഴ്സ് കേസ് വാദിക്കാം. മോഹനേഷനെ തോപ്പിക്കാൻ നോക്കുന്നു.